വെൽക്കം ടു ഫുഡ് ടാക്ക്. പാലക്കാടുകാരുടെ സ്വന്തം മുളകോർത്തപ്പുളിയാണ് ഇന്ന് കാണാൻ പോണത്. ഇത് ഉണ്ടാക്കാത്ത വീടുകളേ ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. നമുക്ക് പെട്ടെന്ന് വെപ്പൊക്കെ ഒരുക്കിയിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വയ്യാത്ത സമയങ്ങളിലും മടിയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒഴിച്ചുകറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. സ്റ്റൗ ടോപ്പിൽ ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഈ ഒരു കറിക്ക്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വളരെ കുറച്ച് ഉലുവ കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 10-12 ചെറിയുള്ളി, 2-3 കപ്പലമുളക്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നാലാണ് ഈ മുളകോർത്തപ്പുളിക്ക് നല്ല സ്വാദ് കിട്ടുക കേട്ടോ. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അരിച്ച് വെച്ചതാട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ അമ്മൂമ്മ പറയാറുണ്ട്, പണ്ട് കാലത്ത് തറവാടുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ സാമ്പാറും നല്ല നല്ല കറികളൊക്കെ വെക്കാനായിട്ട് എപ്പോഴും പറ്റാറില്ല. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഈ ഒരു മുളകോർത്തപ്പുളിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ തറവാട്ട് പുളിയെന്നും പേരുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ സമയത്ത് പുളിയുടെ ഒരു പച്ചവാസന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കഷ്ണം വെല്ലം കൂടെ, ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ശർക്കര ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയല്ലേ ഇത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. മാത്രമല്ല വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ മതി ഇതിന് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചോറെടുക്കുക, അതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് നല്ല ലാവിഷായിട്ട് മുളകോർത്തപ്പുളി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൂർക്കട സീസൺ ആണെങ്കിൽ കൂർക്കുപ്പേരി അല്ലെങ്കിൽ മെഴുക്കുവരട്ടി നന്നായിട്ട് മൊരിയിച്ചെടുത്തത് എടുക്കാം. അല്ലെങ്കിൽ അല്ലാത്ത സമയത്താണെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എടുക്കാം. നോൺ വെജൊക്കെ കഴിക്കണവരാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മമ്മ നങ്കിമീൻ വറുത്തത് ആണ് കോമ്പിനേഷനായിട്ട് എടുത്തിരുന്നത്. ഇതൊക്കെയാണ് ഇത് കൂട്ടിക്കഴിക്കാനായിട്ട് ബെസ്റ്റ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ കപ്പലോടിക്കണ വെള്ളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും വേദന ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.